സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വിഷയവും തീർച്ചയായും ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ഈ ശിരൂർ സംഭവത്തെ തുടർന്ന് കാര്യമായ ചർച്ചകളിലേക്കൊന്നും കടക്കാൻ കഴിഞ്ഞില്ല. മാധ്യമങ്ങളിലടക്കം അതൊക്കെ വന്നുപോയി എന്നല്ലാതെ മുഴുവൻ ഫോക്കസും ശിരൂർ സംഭവത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്ന് പ്രത്യേകം ചർച്ച ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബജറ്റിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ബജറ്റിൽ എന്ത് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ളതിനെക്കുറിച്ചപ്പുറത്തേക്ക് ബജറ്റിൽ BJP സർക്കാർ കാണിച്ച രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് കാര്യമായ എയിംസ് കിട്ടുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ എയിംസ് കിട്ടാത്ത വലിയ നിരാശ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു. അത് രാഷ്ട്രീയമായി പ്രകടിപ്പിക്കുന്നുണ്ട്, ശത്രുതാപരമായി BJPയോട് പ്രതികരിക്കുന്നുണ്ട്. കാരണം എയിംസ് കിട്ടിയില്ല, സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പോൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ട് എന്ത് ഗുണം എന്ന തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അത് ഉപയോഗിക്കാം. കേരളത്തെ വീണ്ടും അവഗണിക്കുകയാണ് എന്നുള്ളതും ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. CPM സർക്കാർ കഴിഞ്ഞ കേന്ദ്രത്തിനെതിരെ സാമ്പത്തിക ഞെരുക്കത്തിലടക്കം വലിയ പ്രചരണം നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ കാര്യമായൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വലിയ രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങുന്നു. കോൺഗ്രസും അതിശക്തമായി തന്നെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. BJP അതിനെ പ്രതിരോധിക്കുന്നു. സുരേഷ് ഗോപി അവിടെ ഉണ്ടെങ്കിൽ എയിംസ് കേരളത്തിൽ എത്തിയിരിക്കും. അത് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മാത്രമല്ല, അല്ലാതെയും എയിംസ് കേരളത്തിന് കിട്ടും. പക്ഷേ സ്ഥലം കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് 140 ഏക്കർ മാത്രമാണ് ഈ കിനാലൂരിലുള്ളത്. പിന്നെയുള്ള 100 ഏക്കർ സ്വകാര്യ സ്ഥലമാണ്. അതൊന്നും ഏറ്റെടുക്കുകയോ അതിൽ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുകയോ ഒന്നും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു നടപടിയും സംസ്ഥാനം എടുത്തിട്ടില്ല. മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ BJPക്ക് എവിടെയാണിത്, കോഴിക്കോട് കിനാലൂരിൽ തന്നെയാണോ ഇതിന് താല്പര്യം എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. സുരേഷ് ഗോപിയും MK രാഘവൻ MP തമ്മിൽ നടന്ന ചില വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ചില സംശയങ്ങൾ അവിടെ ബാക്കിയാണ്. കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയുടെ സമീപത്തായിട്ടുള്ള ഏതാണ്ട് 700 ഏക്കറോളം ഉണ്ട്. അവിടുന്ന് 200ഓളം ഏക്കർ ഉണ്ടായാൽ നെടുമ്പാശ്ശേരിയിലേക്ക് 40 കിലോമീറ്റർ ദൂരം, അതേപോലെ വെള്ളൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ ചുരുങ്ങിയ ദൂരം, ഇതൊക്കെയുള്ള സാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പല സ്ഥലത്തെക്കുറിച്ചും അത്തരം ചർച്ചകൾ ഉണ്ട്. എന്തായാലും മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ എയിംസിന് BJP പ്രാധാന്യം നൽകുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ അപ്പോഴും എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് BJP സംബന്ധിച്ച് ഈ ഘട്ടത്തിലൊരു തിരിച്ചടിയാണ്. പക്ഷേ ഇതിൽ ഓരോന്നിനും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. ആകെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ബജറ്റിൽ വലിയ കയ്യടി നേരുന്ന പ്രഖ്യാപനങ്ങളല്ലെങ്കിലും മുദ്ര ലോൺ പോലെയുള്ളവയുടെ 20 ലക്ഷത്തിലേക്ക് ഉയർത്തിയത് വലിയ ഗുണകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നാട്ടിൽ വ്യവസായവും ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകൾ വലിയ കുരുക്കുകളൊന്നും ഇടാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും അത് ഗുണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള പല പ്രഖ്യാപനങ്ങളും തൊഴിലുറപ്പിക്കാനുള്ള പല നീക്കങ്ങളും നടത്തിയതും സ്വാഗതാർഹമാണ്. അതിനപ്പുറത്തേക്ക് തീർച്ചയായും മലയാള മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ആഞ്ഞടിച്ചെഴുതിയതുപോലെ ഇതൊരു ബീഹാർ ഒപ്പം തന്നെ ആന്ധ്ര ബജറ്റായി ഇത് ഫോക്കസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കുമുള്ള വിഹിതങ്ങളിലേക്ക്, പ്രഖ്യാപനങ്ങളിലേക്ക് ഇത് ചുരുങ്ങി എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു മലയാളി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ BJP സർക്കാർ ഇവിടെ നിലനിൽക്കണ്ടേ? BJP സർക്കാർ നിലനിൽക്കണമെങ്കിൽ ഒരു സംശയവുമില്ല, ഇപ്പോൾ JDUവിനെയും TDPയെയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ BJPക്ക് സർക്കാർ തന്നെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും അവർ കേന്ദ്ര ക്യാബിനറ്റിലടക്കം പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ചോദിച്ചിരുന്നില്ല. അന്ന് തന്നെ ഇതിപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. ആന്ധ്രയ്ക്കും ഒപ്പം തന്നെ തെലങ്കാന ഈ ബീഹാറിനുമൊക്കെ പ്രത്യേക പദവിയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് അന്ന് ഇവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നത്. ഈ TDP ഒന്നും ഇപ്പോൾ മുഖ്യമന്ത്രിമാരായാൽ മതി, നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുനും. അതിനപ്പുറത്തേക്ക് അവരുടെ മന്ത്രിമാരെ, ബാക്കിയുള്ളവരെ സാധാരണ പല പദവികളിലേക്കും ക്യാബിനറ്റിലേക്കൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ അവരുടെ ഡിമാൻഡ്. ബാക്കി അവരുടെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണം. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി എന്ന് നമ്മൾ നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ, ഈ ബജറ്റിലും അത് തന്നെ സംഭവിച്ചു.
ഇതിൽ അത്ഭുതപ്പെടണോ, ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തണോ? ഇപ്പോൾ കോൺഗ്രസും ബാക്കിയുള്ളവരും നമുക്കെല്ലാം ഉണ്ടാകുന്നൊരു ഞെട്ടൽ, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒരു സഖ്യകക്ഷി സർക്കാരിൻ്റെ ദുരന്തമാണ് ഫലത്തിൽ ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ BJPക്ക് ഒരിക്കലും ഇനി ബീഹാറിനെയും ആന്ധ്രയെയും മറികടന്നുകൊണ്ട് മറ്റൊരു സംസ്ഥാനങ്ങൾക്ക് വലിയ പദ്ധതികൾ കൊടുക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള സംഖ്യ, ഓരോ പാർട്ടികൾക്കുള്ള സംഖ്യ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ BJPയെ ഇതിൽ കുറ്റപ്പെടുത്തുമ്പോൾ ഇനി BJP അല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിനപ്പുറത്തേക്ക് വേറെ വല്ലതും നടക്കും. ഇതേപോലൊരു കോയിലേഷൻ സർക്കാരാണ്. ഇതേപോലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു 240 സീറ്റുണ്ട്. മറ്റ് 2 ഘടകകക്ഷികൾക്ക് മാത്രമാണ് പ്രാബല്യം. അതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, TDP അവരവരെല്ലാം കൂടെ ചേരുന്ന ഇന്ത്യ സഖ്യം ഒരുമിച്ചാണെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും. നമ്മൾ UPA സർക്കാരിൻ്റെ കാലത്ത് കണ്ടതല്ലേ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. സമാനമായ രീതിയിൽ കോയിലേഷൻ സർക്കാരുകളിൽ പല പ്രതിസന്ധികളും പല സമ്മർദ്ദത്തിനും കീഴ്പ്പെടേണ്ടി വരും. അത് ഈ രാജ്യത്ത് മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തവണയും അത് കാണുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും സമാനമായ രീതിയിൽ TDPയും JDയുമാണ് കോൺഗ്രസ് സർക്കാരിനെ താങ്ങി നിർത്തുന്നതെങ്കിൽ ഉറപ്പായും ഇതല്ല ഇതിനപ്പുറവും കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അത്ഭുതം. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതേ സംഭവിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ ഏത് സർക്കാരാണെങ്കിലും അത് താഴെ വീണിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും BJPയെ സംബന്ധിച്ച് ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണെങ്കിൽ പോലും അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള അവരുടെ പല തീരുമാനങ്ങളുണ്ട്. പക്ഷെ പല വെല്ലുവിളികളുമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലടക്കം ഒരുപക്ഷെ BJPക്ക് തിരിച്ചടി നേരിടാനാണ് സാധ്യത. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സമയത്ത് അവർ ആദ്യ പടിയൊന്ന് ചവിട്ടി നന്നായി ഉറപ്പിക്കുകയാണ്. കാരണം കൂടെയുള്ള ഈ ആദ്യ ബജറ്റിൽ കൂടി ശ്രമിക്കുന്നത് കൂടെയുള്ള സഖ്യകക്ഷികളെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതാണ്. അവർക്കിടയിൽ വേറൊരു തർക്കം, ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാകാൻ പാടില്ല. പിന്നെ BJPക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായും കിട്ടും. അതാണ് BJPയുടെ പ്രതീക്ഷ. ഇപ്പോൾ ചെയ്തത് അത് തന്നെയാണ്. അതായത് ഇനി ശക്തമായൊരു BJPയെ വീണ്ടും കേന്ദ്രത്തിൽ കാണാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പിന്നെ കേരളത്തിന് ഇത്തവണ എയിംസ്, എന്തിനിത്തവണ എയിംസ് എന്ന് പൊളിറ്റിക്കലി BJP കേന്ദ്ര നേതൃത്വം ചിന്തിച്ചേക്കാം. കാരണം ഇനി ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2026-ലാണ്. അപ്പോൾ 2025-ലെ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്നതല്ലേ നല്ലത്. അപ്പോഴല്ലേ ജനങ്ങൾ ഓർത്തിരിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക. തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും എല്ലാ സർക്കാരും, ഇപ്പം നമ്മൾ ആരെയെങ്കിലും വലിയ ആദർശധീരന്മാരായിട്ടോ അല്ലെങ്കിൽ അത് മെച്ചം ഇത് കൊള്ളില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കരച്ചിലിൻ്റെ ലക്ഷ്യവും BJP ഒന്നും തന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചുകൊണ്ട് വേണം അവർക്ക് ഇനി അധികാരത്തിൽ വരാനും അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുമൊക്കെ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമ്മളൊരു പുതിയ രീതിയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ രീതിയിൽ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഉറപ്പായും ചെയ്യാൻ മടിക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം എന്താണ്? രാഷ്ട്രീയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിപ്രായം കൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.